പ്രതിഷേധം കടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ വിഷുദിനത്തിൽ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ വിഷുദിനത്തിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ അവിടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സമരത്തിലേക്കാണ് കടന്നത്. അതായത് അവർ രക്തം ചീന്തിക്കൊണ്ട് അവരുടെ പേരുകളും അതേപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ പ്ലക്കാർഡുകളിൽ എഴുതിക്കൊണ്ടുള്ള സമരം. എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്? വിനോദ, സ്വന്തം ജീവരക്തം അത് രക്തം എടുത്തുകൊണ്ടാണ് അവസാന വട്ട ശ്രമം അല്ലെങ്കിൽ അവസാനവട്ട പോരാട്ടം എന്ന നിലയിൽ പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. ഒരു ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ജീവരക്തം എടുത്തതിനു ശേഷം സേവ് WCPO എന്ന് എഴുതി പ്ലക്കാർഡിൽ എഴുതിയാണ് പ്രതിഷേധിച്ചത്. ശക്തമായ പ്രതിഷേധമായിരുന്നു. നിരവധി ഉദ്യോഗാർത്ഥികൾ രക്തദാനം നൽകി അവരുടെ രക്തം എടുത്തുകൊണ്ട് പ്രതിഷേധം നടത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ അനുകൂലമായ നടപടികളോ പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല. സമരം 13 ദിവസം പിന്നിടുകയാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തരം സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിച്ചതുമില്ല. നിരവധി സമരമുറകൾ ഇതിനോടനുബന്ധിച്ച് തുടർ സമരങ്ങൾ എന്ന നിലയിൽ കാണുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു പടി കൂടി കടന്നുകൊണ്ട് സ്വന്തം രക്തം കൊണ്ട് സേവ് WCPO എന്ന് എഴുതിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തിയത്. ഇനി ദിവസങ്ങൾ മാത്രം, അതായത് 5 ദിവസം, അതിൽ പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഇതിനുള്ളിൽ തങ്ങൾക്കൊരു അനുകൂല സമീപനം ഉണ്ടാകണം. സർക്കാരിന്റെ ഭാഗത്ത് ഒരു വിഷുക്കണി എന്ന നിലയിലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വിഷുക്കൈനീട്ടം എന്ന നിലയിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകണം. തങ്ങൾക്ക് നിയമനം സാധ്യമാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഇരിക്കുന്നത്. ആ സമരം ഇന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും വിഷുദിനത്തിൽ തങ്ങളുടെ ജീവരക്തം കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. വിനോദ്, സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് രക്തം കൊണ്ട് അവിടെ അവരുടെ പ്രതിഷേധം അവിടെ പ്ലക്കാർഡുകളിൽ എഴുതിയത്. ഇത്തരത്തിലുള്ള സമരമാണ് അവർ വിഷുദിനത്തിൽ അവിടെ നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.